നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജോർജിയയുടെ തലസ്ഥാനമായ ബെലീസിയിലാണുള്ളത്. ബെലീസിയിൽ നിന്നും കൊക്കാസസ് മൗണ്ടൻ റേഞ്ചിലുള്ള സുഖവാസ കേന്ദ്രമായ ഗുദൗരി ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ഗുദൗരി ബെലീസിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം ദൂരെയാണ്. വടക്ക് ഭാഗത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സുഖവാസ കേന്ദ്രമാണ്. അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഞങ്ങളിവിടെ എത്തിയിട്ട് 2 ദിവസമായി. ഇന്നലെ മിനിഞ്ഞാന്നും ബെലീസിലായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ജോർജിയയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെ ജോർജിയയിലേക്കുള്ള യാത്ര നമുക്ക് വളരെ എളുപ്പമാക്കിയെടുക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഈ യാത്ര ഞങ്ങൾ നടത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച, അതായത് ഒക്ടോബർ മാസം അവസാനം, 2024 ഒക്ടോബർ മാസം അവസാനമാണ് ഞങ്ങൾ യാത്ര നടത്തിയത്. നവംബർ 2-നാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ജോർജിയയിലെ താമസം, ജോർജിയയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര, ട്രാൻസ്പോർട്ടേഷൻ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നമുക്കിതിൽ ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റാളുകൾക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ഈ യാത്ര നടത്തിയതിന് ശേഷം ഞാൻ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ വളരെയധികം സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളെല്ലാം അവർക്ക് ദൂരീകരിക്കാൻ ഒരു പരിധിവരെ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ജോർജിയയിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യാനിരിക്കുന്നവർക്കും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ദയവായി നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും മറ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഞാൻ കുടുംബമായാണ് ഈ യാത്ര ചെയ്തത്. ഞാനും എൻ്റെ ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം. ഞങ്ങൾ 6 ദിവസമാണ് ജോർജിയയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത്, ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഖത്തറിൽ നിന്നുമാണ്. GCC ഏരിയയിൽ നിന്നും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നും യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജോർജിയയിലേക്ക് യാത്ര ചെയ്യുന്നതിനായി വിസയുടെ ആവശ്യമില്ല. ജോർജിയയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ യാത്രാരേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് റിട്ടേൺ ടിക്കറ്റ്, കൺഫേം ചെയ്ത റിട്ടേൺ ടിക്കറ്റാണ് ആദ്യമായുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ആവശ്യമുള്ളത്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഖത്തർ ID, അഥവാ GCC രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അതത് രാജ്യത്ത് ഇഷ്യൂ ചെയ്യുന്ന റെസിഡൻറ്റ് പെർമിറ്റിൻ്റെ ഒറിജിനൽ ID ആണ് വേണ്ടത്. മറ്റൊരു ഡോക്യുമെൻ്റ് ട്രാവൽ ഇൻഷുറൻസ് ആണ്. യാത്ര ചെയ്യുന്ന ദിവസത്തേക്കുള്ള ട്രാവൽ ഇൻഷുറൻസ്. ഞാൻ ഖത്തറിൽ നിന്നും യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ കുടുംബത്തിന് ഫാമിലി ഇൻഷുറൻസ് ആണ്, ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തത്. എനിക്ക് ഏകദേശം 135 റിയാലാണ് ഇതിന് ചിലവ് വന്നത്. മറ്റൊരു ഡോക്യുമെൻ്റ് ഹോട്ടൽ റിസർവേഷൻ ബുക്ക് ചെയ്തതിൻ്റെ കോപ്പിയാണ്. സാധാരണഗതിയിൽ എയർപോർട്ടിൽ അത് ചോദിക്കാറില്ല. എന്നോട് ചോദിച്ചിരുന്നില്ല. എങ്കിലും ഞാൻ 5 ദിവസത്തേക്കുള്ള ഹോട്ടൽ റിസർവ് ചെയ്ത് അതിൻ്റെ കോപ്പി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ യാത്രയിൽ യാതൊരു തരത്തിലുള്ള ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രീ റൂട്ട്, അത്തരത്തിൽ ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിയ ചില വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഈ യാത്ര പൂർത്തീകരിച്ചത്. ഈ യാത്രയിൽ എനിക്ക് കാര്യമായ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരികയുണ്ടായില്ല. ചുരുങ്ങിയ ചിലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ സ്കൈ സ്കാനറോ ഉപയോഗിക്കാം. അപ്രകാരം കുറേ ദിവസങ്ങളിൽ ഞാൻ നിരന്തരമായി സെർച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് 4700 റിയാലിന് 4 പേരടങ്ങുന്ന കുടുംബത്തിന് ജോർജിയയിലേക്കും തിരികെ ജോർജിയയിൽ നിന്ന് ദോഹയിലേക്കും ടിക്കറ്റ് ലഭിക്കുകയുണ്ടായി. എയർ അറേബ്യയുടെ ടിക്കറ്റാണ് എനിക്ക് ലഭിച്ചത്. എയർ അറേബ്യ നിങ്ങൾക്കറിയാം, ഷാർജയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാർജയിൽ നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ലേവർ ഉണ്ടാവാം. രാവിലെ 10 മണിയോടുകൂടി പുറപ്പെട്ട വിമാനം വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് ജോർജിയയുടെ തലസ്ഥാനമായ ബെലീസിയിലെത്തിയത്. ബെലീസി അല്ലെങ്കിൽ ടിബിലിസി എന്നൊക്കെ പറയാറുണ്ട്. ഇതിനിടയിൽ ഷാർജയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഷാർജയിൽ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. 1.5 മണിക്കൂറോളം അവിടെ ഞങ്ങൾക്ക് ലേവർ ഉണ്ടായിരുന്നു. വൈകിട്ട് 5:00 ഞങ്ങൾ ബെലീസിലെത്തി. എയർപോർട്ടിൽ നിന്നും ബെലീസി നഗരത്തിലേക്ക് ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട്.
എയർപോർട്ടിൽ നിരവധി ടാക്സികൾ കിട്ടും. പക്ഷേ എയർപോർട്ട് ടാക്സിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂലി കൂടുതൽ കൊടുക്കേണ്ടി വന്നേക്കാം. നാട്ടിലെ ഊബർ എന്ന സംവിധാനത്തിന് സമാനമായ ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ബോൾട്ട് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ നമ്മൾ ഊബർ ഉപയോഗിക്കുന്ന അതേ എളുപ്പത്തിൽ നിങ്ങൾക്കിവിടെ ബോൾട്ട് ഉപയോഗിക്കാം. ബോൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി ടാക്സികൾക്ക് ഇവിടെ ലഭ്യമാണ്. ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ചീപ്പായി നിങ്ങൾക്ക് ടൗണിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോൾട്ട് എന്ന ആപ്പ് വളരെയധികം ഉപകാരപ്രദമാവും. വൈകിട്ട് ഏകദേശം 6 മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ഇന്നിനിപ്പോൾ കൂടുതൽ യാത്രയൊന്നുമില്ല. വൈകുന്നേരം ഒന്ന് ബെലീസി നഗരം ഒന്ന് കാണാനിറങ്ങണം, ഭക്ഷണം കഴിക്കണം. നാളെ മുതലുള്ള യാത്രയ്ക്ക് ഞാനൊരു കാർ വാടകയ്ക്ക് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി അത്തരത്തിൽ കാർ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. വളരെ എളുപ്പമാണത്. എൻ്റെ 4 ദിവസത്തെ യാത്ര, ഏകദേശം 5 ദിവസത്തെ യാത്ര മുഴുവനും ഞങ്ങൾ വാടക കാറിലാണ് യാത്ര ചെയ്തത്. വാടക കാർ എന്ന് പറയുമ്പോൾ കാറ് ഡെയിലി റെൻറ്റിന് വാടകയ്ക്ക് എടുക്കുന്നു, നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നു എല്ലാ ലൊക്കേഷനിലേക്കും. നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷനിലേക്കെല്ലാം നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ആ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ പിന്തുടർന്നത്. കാരണം അതായിരുന്നു കൂടുതൽ എളുപ്പം. ഏകദേശം $30 മുതൽ നമുക്ക് ഒരു ദിവസത്തേക്ക് കാർ വാടകയ്ക്ക് കിട്ടും. $30 എന്ന് പറയുമ്പോൾ ഖത്തർ റിയാലിലേക്ക് അത് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 100-110 റിയാൽ ഒരു ദിവസത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ 5 ദിവസത്തെ വാടക ഏകദേശം 550 റിയാലിന് നമുക്ക് 5 ദിവസം കാർ വാടകയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കാർ വാടകയ്ക്ക് എടുക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. എനിക്ക് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കോപ്പിയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഞാൻ കരുതിയിരുന്നു. ഏതായാലും അതിൻ്റെ കോപ്പി എന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മളുടെ പാസ്പോർട്ട് കോപ്പിയാണ്. അപ്പോൾ പാസ്പോർട്ട് കോപ്പിയും ഡ്രൈവിംഗ് ലൈസൻസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർ വാടകയ്ക്ക് എടുക്കാം. കാർ വാടകയ്ക്ക് നൽകുന്ന കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവുകൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കാർ എത്തിച്ചു തരും. ഹോട്ടലിലോ അതല്ലെങ്കിൽ എയർപോർട്ടിലോ എവിടെയാണോ നമുക്ക് കാർ ആവശ്യമുള്ളത് അവിടെ എത്തിച്ചു തരും. എവിടെയാണോ നമ്മൾ തിരിച്ച് കാർ നൽകേണ്ടത് അവിടെ വന്ന് അവർ തിരിച്ച് കാർ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുകയും ചെയ്യും. നമുക്ക് കാർ നൽകുന്ന സമയത്ത് കോൺട്രാക്റ്റ് ഓൺലൈനായി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് തന്നെ നൽകേണ്ട തുക മുഴുവനായിട്ടും നൽകണം. എത്ര ദിവസത്തേക്കാണോ നമ്മൾ കാർ എടുക്കുന്നത് ആ ദിവസത്തേക്കുള്ള തുക കണക്കൂട്ടി കാറിനുള്ള ഫുൾ തുകയും അടയ്ക്കണം. ഇതുകൂടാതെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ ഒരു $300 കൂടി എനിക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അത് അവരുടെ നോർമൽ പ്രൊസീജിയറാണ്, നോർമൽ പോളിസിയാണ്. എല്ലാ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും അവർ ആ തുക വാങ്ങാറുണ്ട്. യഥാർത്ഥത്തിൽ ആ തുക ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമ്മൾ കാർ തിരികെ നൽകി 2-3 ദിവസത്തിന് ശേഷം അവർ ആ ബ്ലോക്ക് ചെയ്ത തുക റിലീസ് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ളത്, കാർ നമുക്ക് പരിധിയില്ലാതെ ഉപയോഗിക്കാം. അഥവാ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ മാത്രമേ കാർ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിബന്ധനയൊന്നുമില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് കാർ ഉപയോഗിക്കാം. ഞാൻ 5 ദിവസം കൊണ്ട് ഏകദേശം 550 കിലോമീറ്ററാണ് കാർ ഉപയോഗിച്ചത്. ഈ 550 കിലോമീറ്റർ കാർ ഉപയോഗിക്കുന്നതിന് എനിക്ക് പെട്രോൾ ഇനത്തിൽ ചിലവായ തുക എന്ന് പറയുന്നത് 125 ലാറിയാണ്. 125 ലാറി അഥവാ ഏകദേശം 175 ഖത്തറി റിയാലാണ്. അങ്ങനെ നോക്കുമ്പോൾ 5 ദിവസത്തെ ഫുൾ ട്രാൻസ്പോർട്ടേഷന് എനിക്ക് ജോർജിയയിൽ ചിലവായ ഏകദേശ തുക എന്ന് പറയുന്നത് 550 + 175 ഏകദേശം 725 ലാറിയാണ്. ലാറിയല്ല, ഖത്തർ റിയാലാണ് എനിക്ക് ഏകദേശം ട്രാൻസ്പോർട്ടേഷന് മുഴുവനായി ചിലവായ തുക. ഇനി നമുക്ക് താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഞാൻ 6 ദിവസമാണ് ജോർജിയയിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 ദിവസം 2 വ്യത്യസ്ത ഹോട്ടലുകളിലായി ബെലീസിയിലും അഥവാ ക്യാപിറ്റൽ നഗരത്തിലും, 2 ദിവസം സുഖവാസ കേന്ദ്രമായ ഗദൂരി എന്ന നഗരത്തിലുമാണ് താമസിച്ചത്. ആദ്യ 2 ദിവസം ബെലീസി നഗരത്തിൽ താമസിച്ചപ്പോൾ 4 പേരടങ്ങുന്ന ഫാമിലി സ്യൂട്ടിന് രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള ഒരു ദിവസത്തെ സ്റ്റേക്ക് 200 ലാറിയായിരുന്നു വാടക. അതൊരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഏകദേശം 6 ഇഞ്ചിൽ നിങ്ങൾക്ക് നിരവധി 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ ബെലീസി നഗരത്തിലും ജോർജിയയിലെ മറ്റ് നഗരങ്ങളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. സുഖവാസ കേന്ദ്രമായ ഗുദൗരിയിലും ഏകദേശം ഇതേ പ്രൈസ് റേറ്റിൽ നിങ്ങൾക്ക് റൂമുകൾ ലഭ്യമാണ്. 2 ദിവസം ഞാൻ അവിടെ കുടുംബമായി താമസത്തിന് 2 ദിവസത്തേക്ക് 300 ലാറിയാണ് ചിലവ് വന്നത്. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഹോട്ടലുകളെല്ലാം നല്ല വൃത്തിയും വെടിപ്പും എല്ലാം ഉള്ളതാണ്. അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റാഫുകളുടെ നമ്മളോടുള്ള പെരുമാറ്റവും വളരെ ആകർഷണീയമാണ്. ഹോട്ടൽ ജീവനക്കാർ മാത്രമല്ല, മറ്റ് പൊതുജനങ്ങളെല്ലാം വളരെ മാന്യമായിട്ടാണ് ഇവിടെ എത്തുന്ന ആളുകളോട് പെരുമാറുന്നത്. കൂടുതൽ ആളുകൾക്കും ജോർജിയൻ ഭാഷ മാത്രമാണ് വശമുള്ളത്. ജോർജിയൻ ഭാഷയോ അല്ലെങ്കിൽ റഷ്യൻ ഭാഷയോ ആണ് വശമുള്ളത്. ഇംഗ്ലീഷ്
വളരെ കുറവാണ്. പക്ഷേ നഗരങ്ങളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് ഉപയോഗിക്കാനും കഴിയും. എന്നാൽ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങൾ നഗരങ്ങളിൽ നിന്നും മറ്റും ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയിൽ കാണുന്ന ആളുകൾക്കൊന്നും ഇംഗ്ലീഷ് അത്ര വശമുള്ള ആളുകളല്ല. ഇനി ഭക്ഷണത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട് ബെലീസിൽ. പക്ഷേ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ജോർജിയൻ ഭക്ഷണത്തെക്കാളും വില കൂടുതലാണ് ഇന്ത്യൻ ഭക്ഷണത്തിന്. താരതമ്യേന വലിയ വിലയാണ് അവർ ഈടാക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ഇന്ത്യൻസും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ത്യൻ ഫുഡിന് എല്ലായിടത്തും വലിയ വിലയാണ്. ലളിതമായി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിരിയാണി കഴിക്കുന്നതിന് നിങ്ങൾക്ക് ചിലപ്പോൾ 35, 40, 45, 50 ലാറി വരെ കൊടുക്കേണ്ടി വരാം. എന്നുവെച്ചാൽ ഖത്തറിലെ വിലയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഏകദേശം 3 മടങ്ങ് നിങ്ങൾ അധികമായി നൽകേണ്ടതായിട്ട് വരും ഒരു ഇന്ത്യൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണിയോ ഒരു മട്ടൺ ബിരിയാണിയോ കഴിക്കുന്നതിനായിട്ട്. ഇത് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു മെനു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് ഭക്ഷണമിനത്തിൽ നിങ്ങൾക്ക് നല്ലൊരു തുക ജോർജിയ സന്ദർശിക്കുമ്പോൾ ചിലവാക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോൺ വെജിറ്റേറിയനിന് മാത്രമല്ല ബാധകം, വെജിറ്റേറിയനും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇന്ത്യൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു തുക തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരും. ഏകദേശം 2-3 മടങ്ങ് നിങ്ങൾ സാധാരണ ഖത്തറിലോ മറ്റ് രാജ്യങ്ങളിലോ നൽകുന്ന GCC രാജ്യങ്ങളിലോ നൽകുന്ന തുക വെച്ച് കമ്പയർ ചെയ്താൽ 2-3 മടങ്ങ് തുക നിങ്ങൾ ജോർജിയയിൽ വെജാവട്ടെ നോൺ വെജാവട്ടെ ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങൾ ചിലവാക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കാര്യം പരീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ബുക്ക് ചെയ്യുന്ന പല റൂമുകളിലും കിച്ചൺ ഫെസിലിറ്റി സൗകര്യം ലഭ്യമാണ്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. സ്പാർ പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് യഥേഷ്ടം ഗ്രോസറി വാങ്ങി വൈകുന്നേരത്തെ ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചണുള്ള ഹോട്ടലിൽ തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഗദൗരിയിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഞങ്ങൾ താമസിച്ച റൂമിൽ നല്ല ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ വൈകുന്നേരത്തെ ഭക്ഷണം ഞങ്ങൾ റൂമിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. രാവിലെയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഈ യാത്രയിലുടനീളം അനുഭവപ്പെടുകയുണ്ടായില്ല. മറ്റൊരു ചോദ്യം, ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ഗൈഡിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ രാജ്യത്ത് പുതിയതാണ്, ഈ രാജ്യത്തെ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ പോകണം എന്നുള്ള യാത്രാ പഥത്തെക്കുറിച്ച് നമുക്ക് വലിയ നിശ്ചയമില്ല. അത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് യാത്രയിലുടനീളം ഏതെങ്കിലും ഒരു ഗൈഡിൻ്റെ സഹായം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചെല്ലാം അത് ഏത് ലൊക്കേഷനിലാണ്, ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രാപഥം, എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകൾ വഴിയോ നമുക്ക് ലഭ്യമാണ്. ബെലീസി നഗരത്തിലുള്ള കാഴ്ചകളിലേക്കെല്ലാം ഞങ്ങൾ അങ്ങനെയാണ് പോയത്. നഗരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനോ അതല്ലെങ്കിൽ ബെലീസി നഗരത്തിൽ നിന്നും ഗദൂരിയിലേക്കുള്ള യാത്രയിലും ഗദൂരിയിൽ നിന്നും കസ്ബേഗയിലേക്കുള്ള യാത്രയിലുമെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചത് ഗൂഗിൾ മാപ്പ് മാത്രമാണ്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നാവിഗേഷൻ മാത്രമല്ലല്ലോ സാധിക്കുന്നത്, അതുപയോഗിച്ച് നിങ്ങൾക്ക് ഹോട്ടൽ കണ്ടുപിടിക്കാം, അതുപയോഗിച്ച് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം, ATMകൾ ആവശ്യമുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് മനസ്സിലാക്കാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ ഈ യാത്രയിൽ ഏറ്റവും അധികം ആശ്രയിച്ചത് ഗൂഗിൾ മാപ്പിനെയാണ്. ഈ യാത്രയിൽ മാത്രമല്ല, ഇതിനു മുന്നേ ഞാൻ സൗദി അറേബ്യ യാത്ര ചെയ്തപ്പോഴും അതിനു മുൻപ് ജോർദാൻ യാത്ര ചെയ്തപ്പോഴും എല്ലാം ഗൂഗിൾ മാപ്പാണ് എനിക്ക് ഏറ്റവും അധികം സഹായമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുള്ളത് കറൻസി കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ ഖത്തറിൽ നിന്നാണ് യാത്ര തിരിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഖത്തറിലെ റിയാൽ അവിടെ നമുക്ക് ജോർജിയൻ നാണയമായ ലാറിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് പല വഴികളുണ്ട്. കൂടുതൽ പേരും എയർപോർട്ടുകളിൽ ലഭ്യമായിട്ടുള്ള കറൻസി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളെ ആശ്രയിക്കാനാണ് വഴി. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പണം അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഷാർജ എയർപോർട്ടിൽ നിന്നും 1000 ഖത്തറി റിയാൽ ഞാൻ ലാറിയിലേക്ക് മാറ്റാം എന്നുദ്ദേശിച്ച് ഒരു കറൻസി എക്സ്ചേഞ്ച് സ്ഥാപനത്തെ സമീപിച്ചു. യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം എനിക്ക് ലഭിക്കേണ്ടത് 750 ജോർജിയൻ ലാറിയാണ്. പക്ഷേ ഇതിനിടയിൽ കമ്മീഷൻ കഴിച്ച് എനിക്ക് കിട്ടുന്ന തുക, ഞാൻ അവിടെ ആ തുക മാറ്റിയെടുത്താൽ എനിക്ക് കിട്ടുന്ന തുക 540 ജോർജിയൻ ലാറിയാണ്. എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് 210 ജോർജിയൻ ലാറിയുടെ നഷ്ടമുണ്ടാവുന്നു, അല്ലെങ്കിൽ 1000 ഖത്തർ റിയാൽ ഞാൻ മാറ്റിയെടുക്കുമ്പോൾ.
അതുകൊണ്ട് ഞാൻ ആ ഉദ്യമം ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ ജോർജിയയിൽ എത്തിയതിനു ശേഷം എൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ ആവശ്യത്തിന് പണം ജോർജിയയിലെ ATMകളിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്രകാരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് വളരെ ചെറിയ രീതിയിലുള്ള കൺവേർഷൻ ചാർജ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഉദാഹരണത്തിന്, നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ജോർജിയയിലെ ഒരു ബാങ്കിൽ നിന്നും 1000 ലാറി വിഡ്രോ ചെയ്താൽ കൺവേർഷൻ ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും മറ്റു ടാക്സ് ഇനത്തിലും എല്ലാമായി ചിലവാകുന്ന തുക 10 മുതൽ 15 റിയാൽ വരെ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ കറൻസി എക്സ്ചേഞ്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റു പ്രൈവറ്റ് പാർട്ടികളിൽ നിന്നോ പണം കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ നമ്മൾ ഡയറക്റ്റ് പണം വിഡ്രോ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുദൗരിയിൽ ഒഴിച്ച് മറ്റ് എല്ലാ ഹോട്ടലുകളിലും ഞാൻ പണം പേ ചെയ്തത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ്. കാർ വാടകയ്ക്കെടുത്തപ്പോഴും അതിൻ്റെ പണം നൽകിയതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെയാണ്. ഇനി ജോർജിയയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തലസ്ഥാന നഗരമായ ബെലീസിയിൽ നിങ്ങൾക്ക് ട്രിനിറ്റി ചർച്ച്, മദർ ഓഫ് ജോർജിയ, ബ്രിഡ്ജ് ഓഫ് പീസ്, അതിനോട് ചേർന്നുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ, നരികാല ഫോർട്ടിലേക്കുള്ള കേബിൾ കാർ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. പാറക്കെട്ടുകൾ നിറഞ്ഞ മനോഹരമായൊരു പട്ടണമാണ് ബെലീസി. ഭംഗിയുള്ള പാതകളും പഴയതും പുതിയതുമായ മനോഹരമായ കെട്ടിടങ്ങളുള്ള യൂറോപ്യൻ പ്രൗഢിയുള്ള ഒരു നഗരമാണിത്. ബെലീസി നഗരം പൂർണ്ണമായും പ്രകാശപൂരിതമാണ്. ജോർജിയൻ ഓർത്തഡോക്സ് പ്രകാരം ജനുവരി 7 ക്രിസ്തു ജനിച്ചു എന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഡിസംബർ 25 പകരം ജനുവരി 7 ഇവിടെ ക്രിസ്മസ് ആഘോഷം. ജോർജിയൻ ജനസംഖ്യയിൽ കൂടുതൽ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. പിന്നെ ഇസ്ലാം, ക്രിസ്ത്യൻ സഭാവിശ്വാസികളുമുണ്ട്. ബെലീസിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഓൾഡ് ബെലീസി. പഴയ പേർഷ്യൻ സോവിയറ്റ് ചരിത്രങ്ങളുടെ നഗരം. ഒരു വിൻറ്റേജ് ദൃശ്യമാണ് ഓൾഡ് ബെലീസിക്കുള്ളത്. കെട്ടിടങ്ങളും തെരുവ് കച്ചവടക്കാരും വിൻറ്റേജ് കാറുമൊക്കെ ഈ ദൃശ്യങ്ങൾക്ക് ഭംഗി കൂട്ടുന്നു. ഗ്ലാസ് ബ്രിഡ്ജും ബ്ലൂ മോസ്കും നഗരത്തിന് മുകളിലൂടെയുള്ള കേബിൾ കാറുമൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണങ്ങളാണ്. കേബിൾ കാർ അവസാനിക്കുന്നത് മദർ ഓഫ് ജോർജിയയിലാണ്. 1958 ജോർജിയൻ തലസ്ഥാനമായ ബെലീസിയുടെ വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച കൂറ്റൻ പ്രതിമയാണ് മദർ ഓഫ് ജോർജിയ. ഒരു കൈയിൽ വീഞ്ഞും മറുകൈയിൽ വാളുമായി നിൽക്കുന്ന വിധത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ജോർജിയൻ ആതിഥ്യ മര്യാദയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായി പ്രതിമ അനേക ലക്ഷം ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ടൂറിസ്റ്റ് ആകർഷണമാണ് ജുവാരി മൊണാസ്ട്രി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോർജിയയിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച സെൻറ്റ് നീനോയുടെ കാർമ്മികത്വത്തിൽ നിർമ്മിക്കപ്പെട്ട മൊണാസ്ട്രിയാണിത്. ജുവാരി എന്ന ജോർജിയൻ വാക്കിൻ്റെ അർത്ഥം കുരിശ് എന്നാണ്. മലമുകളിലുള്ള മനോഹരമായ ഈ മൊണാസ്ട്രി ഇന്ന് ജോർജിയയിലെ ഒരു പ്രധാന വിനോദ കേന്ദ്രമാണ്. ഈ മൊണാസ്ട്രിയുടെ വിശദമായ മറ്റൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മൊണാസ്ട്രിയുടെ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ജുവാരി മൊണാസ്ട്രി മാത്രമല്ല, മറ്റു പല ആകർഷകമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും വ്യക്തമായ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ജോർജിയയിലെ മറ്റ് പ്രധാന ആകർഷക കേന്ദ്രങ്ങളായ ഗുദൗരി, കസ്ബേഗി, സബാദുരി ഫോറസ്റ്റ്, ട്രിനിറ്റി ചർച്ച് തുടങ്ങി നിരവധി ആകർഷണ കേന്ദ്രങ്ങളുണ്ട്. അവയുടെ എല്ലാം വ്യക്തമായ മറ്റൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോകളിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്താം. തലസ്ഥാന നഗരമായ ബെലീസിയിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് കുറേയധികം നേരമായി. ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണിത്. അകലെ ഗുദൗരിയുടെ ഭാഗമായ മലഞ്ചെരുവുകൾ കണ്ടു തുടങ്ങി. മാനമുട്ട ഉയർന്നു നിൽക്കുന്ന മലഞ്ചെരുവുകൾ. കോക്കസസ് പർവ്വതനിരയാണത്. ഓട്ടം സീസണിൽ നിന്നും വിൻ്റർ സീസണിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിലാണ് ഇവിടുത്തെ പർവ്വതനിരകളും അതുപോലെ വൃക്ഷലതാദികളും. പോകുന്ന വഴിക്കെല്ലാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. റോഡിന് ഇരുവശവും മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. ബെലീസി നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സബാദുരി എന്ന പേരിൽ അറിയപ്പെടുന്നൊരു ഫോറസ്റ്റ് ഉണ്ട്. അവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഓട്ടം സീസൺ ആകുമ്പോൾ ആ കാടിനുള്ളിലെ എല്ലാ മരങ്ങളും ഇലപൊഴിക്കാൻ ആരംഭിക്കും. ഇലപൊഴിക്കുന്നതിന് മുന്നോടിയായി ഇലകൾ പഴുത്ത് കാടിനാകെ ഒരു മഞ്ഞ ചുവപ്പ് കലർന്ന നിറമായിരിക്കും. ഗുദൗരിയിൽ നിന്നും തിരികെയുള്ള യാത്രയിൽ
സബാതുരി ഫോറസ്റ്റ് കൂടി സന്ദർശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങകലെ മഞ്ഞിൻ്റെ തൊപ്പി അണിഞ്ഞ ഒരു ഗിരിശൃംഖം ഉയർന്നു നിൽക്കുന്നത് കാണാം. അങ്ങനെ വൈകിട്ടോടുകൂടി ഞങ്ങൾ ജോർജിയയിലെ ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഗുദൗരി ഹിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഒരു ഹോം സ്റ്റേയിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 150 ലാറിയാണ് ഒരു ദിവസത്തെ ഇവിടെ താമസ വാടക. ഹോം സ്റ്റേയിലേക്ക് ഇവിടുന്ന് വലിയ ദൂരമില്ല. ഈ മെയിൻ റോഡിന് അടുത്ത് തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്ത് നല്ല തണുപ്പുണ്ട്. 4 ഡിഗ്രിയാണ് ഇപ്പോൾ പുറത്തെ താപനില. രാത്രിയിൽ അത് -2 -3 എത്താറുണ്ട്. ഗുദൗരിയിലെ കൂടുതൽ വിശേഷങ്ങൾ വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്